السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الإنسان ضر دعا ربه منيبا إليه ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا إنك من أصحاب النار أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. അപ്പോൾ ആരും ആരുടെയും കുറ്റം ഏറ്റെടുക്കുകയില്ല. ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ്. അന്ന് വിവരമറിയും. അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്ന ആയത്താണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനം, 7-ാമത്തെ ആയത്ത്. അടുത്തത്, മനുഷ്യന് സുഖവും സന്തോഷവുമെല്ലാം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയും പലപ്പോഴും അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുകയും എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇത് മക്കാ മുശ്രിക്കുകളുടെ ഒരു സ്വഭാവമായിരുന്നു അടിസ്ഥാനപരമായി. അത് പിന്നെ നമുക്കൊക്കെ അവരെ പറ്റിയാണ് ആയത്ത് ഇറങ്ങുന്നതെങ്കിലും ഖുർആനിൽ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയാലും അതിൻ്റെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അവർ മക്കയിൽ സുഖമായി ജീവിക്കുന്ന കാലത്ത് അവർ ബിംബാരാധനകളും ലാത്തയും ഉസ്സയും അതിനു വേണ്ടി ബലികർമ്മങ്ങളും വഴിപാടുകളും നേർച്ചകളും ആഘോഷങ്ങളുമായി അങ്ങനെ ശിർക്കിൽ മുഴുകി ജീവിക്കും. എന്നാൽ രക്ഷപ്പെടില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ അത്യാഹിത ഘട്ടങ്ങളിൽ അള്ളാനെ വിളിക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ പതിവ്. അതുകൊണ്ടാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഒക്കെ മുസ്ലിം ആവാൻ തന്നെ ഉണ്ടായ കാരണം അതാണ്. അദ്ദേഹം മക്ക ഫത്തഹിൻ്റെ അന്ന് ഒരിക്കലും ഇസ്ലാം വേണ്ട, നബിക്ക് കീഴൊതുങ്ങി മക്കയിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കപ്പൽ കയറിയിട്ട് നാട് വിടുമ്പോഴാണ് കപ്പലിൽ നിന്ന് കാറ്റ് പിടിക്കുന്നതും എന്നിട്ട് ഇനി ഒരു രക്ഷയില്ല, കരയിലേക്കോട്ട് പോകാനും വയ്യ, കപ്പൽ മുങ്ങിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ കപ്പിത്താന്മാർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, കരയിൽ നിന്ന് വിട്ടല്ലോ, ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളി.
അപ്പം മൂപ്പർക്കൊരു ഒരു ചിന്ത, അദ്ദേഹം അങ്ങനെയാണ്, ഒരു ഒരു യുക്തിചിന്ത വന്നു. കരയിൽ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് മുഹമ്മദ് എതിർത്തിട്ടാണ് നമ്മൾ ഈ കോലത്തിൽ കണ്ട് നാട് വിടുന്നത്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റൂല എന്ന് വിചാരിച്ചാണ് നാട് വിട്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ട നമ്മുടെ ദേവന്മാരും ദേവിമാരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ട ഏറ്റവും സന്നിഗ്ധ ഘട്ടത്തിൽ അവരൊക്കെ വിട്ടിട്ട് പഠിച്ചവനോട് പറയണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോന്ന് വിശ്വാസിയായി എന്ന് ഒരു ചരിത്രമാണ്. അപ്പോൾ അത് അവരുടെ ഒരു പതിവായിരുന്നു. എന്ന് കുടുങ്ങിയ നേരത്ത് അള്ളാഹ് അല്ലാത്ത നേരത്തൊക്കെ അള്ളാഹു അല്ലാത്തവർ. അപ്പോൾ അതിന് അള്ളാഹു തആല നമ്മളോട്, അത് നമുക്കും ബാധകമാണ്. അതായത് നമ്മൾ ആരോഗ്യവും ആയുസ്സും സമ്പത്തും സുഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അള്ളയും വേണ്ട, ദീനും വേണ്ട, ഇസ്ലാമും വേണ്ട, റസൂലും വേണ്ട, നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കും മനുഷ്യന്മാരും. എന്നാൽ ഒരു കട്ടിലിൽ കിടന്ന് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹെന്നും പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങും. അത് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അള്ളാഹു സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫ്ക ഫി ശിദ്ദത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അതായത് റഖാ എന്ന് പറഞ്ഞാൽ നല്ല സുഭിക്ഷത, ശിദ്ദത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാഇ, സുഭിക്ഷതയുള്ള സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച് ജീവിക്കണം. എങ്കിൽ യഅരിഫ്ക ഫി ശിദ്ദത്തി, നിനക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നിന്നെ തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ട സഹായങ്ങളും രക്ഷയും നൽകും എന്നാണ് നബി പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ. നമ്മൾ മിടുക്കുള്ള സമയത്ത്, കഴിവുള്ള സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച് ഭക്തിയോടുകൂടി ജീവിച്ചാൽ കഴിവ് കെട്ട സമയത്ത് പഠിച്ചോ നമ്മൾ രക്ഷിക്കാനുണ്ടാവും. അല്ലാതെ എല്ലും തോലുമായി ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹ് വിളിച്ചത് കൊണ്ട് ആയില്ല. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഫിറഔനും മുങ്ങി മരിക്കാൻ നേരത്ത് മൂസാ നബിയിൽ വിശ്വസിച്ചു എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അത്രേ. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. പക്ഷേ അൽ ആന വഖദ് അസൈത മിൻ ഖബൽ, ഇതുവരെ, ഇതിൻ്റെ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ നിനക്ക് അധികാരവും ശക്തിയും മിടുക്കും ആളുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അള്ളാഹിനെ ധിക്കരിച്ചു. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് അവസാനിക്കാൻ പോകുന്ന നേരത്താണോ നീ വിശ്വസിക്കുന്നത് എന്ന് അവനോട് അള്ളാഹു ചോദിക്കുന്നത് കാണാം. അപ്പം നമ്മൾ വേണ്ടത് അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹിനോട്. ആ സമയത്ത് നമ്മളൊരു ദുരിതം പിടിച്ച സമയത്ത്, മരണനേരത്തും കഷ്ടപ്പെടുന്ന നേരത്തും പഠിച്ചവനിലേക്ക് തിരിച്ച് മടങ്ങാൻ, ആത്മാർത്ഥമായി മടങ്ങാൻ നമുക്കൊരു തോന്നൽ വരണമെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച് ജീവിക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു തോന്നൽ വരുള്ളൂ. അതല്ലെങ്കിൽ രോഗങ്ങളും കഷ്ടപ്പാടുകളുമായിട്ട് അതിൻ്റെ പരിഭവങ്ങളും നിരാശകളുമായിട്ടാണ് മരിച്ചു പോകേണ്ടി വരും. അപ്പോൾ മിടുക്കുള്ള സമയത്തും ആരോഗ്യമുള്ള സമയത്തും സമൃദ്ധിയുള്ള സമയത്തും വേണം എന്ന ഒരാശയം അള്ളാഹു സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇതാ മസ്സൽ ഇൻസാന, മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചു, തൊട്ടു എന്നൊക്കെയാണ്. അപ്പം മനുഷ്യനെ ബാധിച്ചാൽ, മനുഷ്യനെ തൊട്ട് വന്നാൽ, ലുറുൻ പ്രയാസങ്ങളൊക്കെ ബാധിച്ചാൽ, ദഅ റബ്ബഹു, അവൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. അവിടെ റബ്ബല്ലാതെ വേറെ ആരും പ്രാർത്ഥിക്കാനുണ്ടാവില്ല. അപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ? മുനീബൽ ഇലൈഹി, മുനീബ് എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുന്നവനായിക്കൊണ്ട്, ഇതുവരെ പറ്റിപ്പോയി, ചെയ്തു പോയി, അബദ്ധമായി പോയി. അങ്ങനെ ഒത്തബിയ് മൻ അനാബ ഇലയ്യാന്ന്, അനാബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങിയത്, താബാന്ന്. അപ്പം മുനീബൽ ഇലൈഹി, അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഖേദിച്ച് മടങ്ങി പ്രാർത്ഥിക്കണം. പക്ഷേ അവരെ സ്വഭാവം എന്തായിരുന്നു? സുമ്മ ഇദാ ഖവ്വലഹു നിഅമതൻ, പിന്നീട് അല്ലാഹു തആല അവന് വാരിക്കോരി നൽകിയാൽ, ഖവ്വല എന്ന് പറഞ്ഞാൽ യഥേഷ്ടം നൽകി,
നിഅമത്തൻ മിൻഹു, അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം ധാരാളമായി നൽകിയാൽ നസിയ, അവൻ മറന്നുപോയി. അപ്പോൾ പിന്നെ മറവി, പിന്നെ അള്ളാഹിനെ മറന്നുപോയി, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ മറന്നുപോയി. നസിയ മാക്കാന യദൂ ഇലൈഹി, അവൻ അള്ളാഹുവിങ്കലേക്ക് പ്രാർത്ഥിച്ചിരുന്നതെല്ലാം മിൻ കബലു, ഇതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അവൻ മറന്നുപോയി എന്ന് മാത്രമല്ല, വജഅല ലില്ലാഹി അന്ദാദ, അള്ളാഹുവിന് അവൻ പങ്കുകാരെ ചേർക്കുകയും ചെയ്തു. അവൻ നിഅമത്ത് കിട്ടിയാൽ അള്ളാഹുവിൻ്റെ പങ്കുകാരുണ്ട്, അള്ളാഹുവിനോട് ഒറ്റക്ക് പ്രാർത്ഥിക്കൂല, അവരോടൊക്കെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്ത് അള്ളാഹുവിന് പങ്കുകാരായി ജീവിക്കും, ആരാധിക്കും. എന്നാൽ സുഖവും സന്തോഷവും ഒക്കെ കഴിഞ്ഞ് ഒടുവിൽ രക്ഷയില്ല എന്നാകുമ്പോൾ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഇത് അള്ളാഹു ആക്ഷേപിച്ച് പറയാണ് അവരുടെ ഒരു സ്വഭാവം. മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായിരുന്നു അത്. അതാണ് എന്തിനാണ് അതിൻ്റെയൊക്കെ ഫലം എന്താണ്? ലിയുളില്ല അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടി. അവനോ പിഴച്ചു, പിന്നെ ഈ ഒരു സ്വഭാവം കൊണ്ട് പിഴപ്പിക്കുകയും ചെയ്യും. അതായത് രോഗവും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവില്ല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചവനെ പേടിച്ച് ജീവിക്കുക. അതാണ് കയ്യിൽ സുഖവും സമൃദ്ധിയൊക്കെ ഉള്ളവർക്ക് അള്ളയും വേണ്ട, പഠിച്ചവനും വേണ്ട. പൊതുവേ സമൂഹത്തിൻ്റെ ഒരു രീതി അതാണ്. അതായത് കഷ്ടപ്പാടും മറ്റോലൊക്കെ ഉള്ള സാധുക്കളും വലിയ കാര്യമായി ഒന്നുമില്ലാത്തവരൊക്കെ അവർ പള്ളിയും കാര്യവും ദീനും കാര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ വലിയ സമ്പന്നതയും വലിയ വലിയ ആളുകളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അള്ളയും വേണ്ട, ഹറാമും ഇല്ല, ഹലാലും ഇല്ല. അവരങ്ങനെ സുഖമായി ജീവിക്കുന്ന ഒരവസ്ഥ കൊണ്ട് എന്താണ് കുഴപ്പം? മറ്റുള്ളവരെ പിഴപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സുഖവും സമൃദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോ വേണ്ട, കഷ്ടപ്പാടുണ്ടെങ്കിൽ അള്ളാഹിനെ വിളിച്ചോ എന്നുള്ളൊരു പിഴപ്പിക്കല്ല. അവർ പിഴച്ചു, ലിയുളില്ല എന്ന് പറഞ്ഞാൽ പിഴപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സ്വയം പിഴക്കണമല്ലോ. അപ്പം അവർ പിഴച്ചുകൊണ്ട് മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥ വരികയാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഖുൽ, നബിയെ നിങ്ങൾ പറയുക, തമത്തഴ്, നീ മത്താഴ് എടുക്കുക, സുഖിക്കുക. തമത്താഴ് എന്ന് പറഞ്ഞാൽ സുഖിച്ചു, മത്താഴ് എന്ന് പറഞ്ഞാൽ സുഖഭോഗങ്ങൾ എന്നാണല്ലോ. തമത്താഴ്, മുത്തമത്തി എന്നൊക്കെ പറയും. അപ്പോൾ തമത്താഴ് ബി കുഫ്രിക്ക, നിന്റെ കുഫർ കൊണ്ട്, നിന്റെ നിഷേധവും കൊണ്ട് നീ സുഖിച്ച് ജീവിക്കുക. ഖലീലൻ, അല്പം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലത്തെ ആയുസ്. ലോകത്തിൻ്റെ അള്ളാഹുവിൽ ഈ ദുനിയാവിൻ്റെ ആയുസ് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് ആയുഷ്കാലം നീ സുഖിച്ച് ജീവിക്കുക. ഇന്നക മിൻ അസ്ഹാബിന്നാർ, തീർച്ചയായും നീ നരകവാസികളിൽ പെട്ടവനായിരിക്കും, തീർച്ചയായും എന്ന് അവരോട് പറയാനാണ് കൽപ്പിച്ചത്. നമ്മളൊക്കെ ഒരു അനുഭവം പലപ്പോഴും, ഇപ്പോൾ കോവിഡ് കാലം വന്നപ്പോൾ എല്ലാവരും ആകെ പേടിച്ച് പഠിച്ചോനും പ്രാർത്ഥനയും ദിക്റും തസ്ബീഹും ആകെ കൂടിയായിരുന്നു. അതൊക്കെയാണ് കഴിഞ്ഞപ്പോൾ. അന്ന് കല്യാണങ്ങളൊക്കെ നടത്തിയിരുന്നത് വളരെ ഭക്തിയോടുകൂടിയാണ്, നേർക്കുനേരെയാണ്. അതൊക്കെയാണ് കഴിഞ്ഞപ്പോൾ പഴയ അടിച്ചു പൊളിച്ച ഒരു ജീവിതത്തിലേക്ക് വന്നു. മനുഷ്യന് പൊതുവെ അങ്ങനെ ആയിരുന്നു. അന്ന് കുറേ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ തന്നെ ആളുകൾ ആകെ കൂടി ഒന്ന് പേടിച്ചു പോയി. എന്താ വരാൻ പോകുന്നത്? മരണം മുന്നിൽ കാണുന്ന അവസ്ഥകളും പലരും മരിക്കുമ്പോൾ അവരെ മറവ് ചെയ്യുന്ന ആ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നെടുവീർപ്പിട്ട് പേടിച്ചു. അതൊക്കെയാണ് കഴിഞ്ഞു പോയപ്പോൾ പിന്നെ പഴയ ഓർമ്മയല്ല. മനുഷ്യനെന്നാലെങ്കിലും ഒന്ന് ഓർമ്മ വരും എന്ന് വിചാരിച്ചവർക്ക് പോലും തെറ്റിപ്പോയി. അതിനേക്കാളും ഇരട്ടി തിന്മയിലേക്ക് സമൂഹം നീങ്ങുകയാണ് ചെയ്യേണ്ടത്. അത് പൊതുവെ ദുഃഖവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആകെ പേടിച്ച് വിറച്ച് മനുഷ്യൻ നിൽക്കും. അതൊക്കെയാണ് കഴിഞ്ഞ് സുഖവും സമൃദ്ധി ഉണ്ടാകുമ്പോൾ നസിയമാക്കാൻ യദൂ ഇലൈഹി മിൻ ഖബൽ, അള്ളാഹുവിനോട് ഇതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോകും. അത് ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. അതോടൊപ്പം
എന്തൊരു സന്തോഷമുണ്ടായാലും ഖേദിക്കാനൊന്നുമില്ലല്ലോ. സന്തോഷം ഉണ്ടായാൽ അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കണം. രണ്ട് കാര്യവും ഇതിലുണ്ട്. അതാണ് അള്ളാഹുവിന് സന്തോഷവും സുഖവും ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇബാദത്തിലേക്ക് നമ്മൾ ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും അതുപോലെ സ്ഥാനമാനങ്ങളും പ്രതാപവും ഒക്കെ വരുമ്പോൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന് നന്ദി ചെയ്യാനും നമുക്ക് കഴിയണം. ആ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്. അതേ സമയത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പോഴും ഇബാദത്തിലേക്ക് പോകാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. രണ്ട് സമയത്തും അത് വേണം എന്ന ഒരു സന്ദേശം ഇതിൽ ഉണ്ട്. ശുക്ർ ചെയ്യൽ നിർബന്ധമാണ് എന്നിങ്ങനെയുള്ള വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅാന ലിജംബിഹി ഖായിമൻ ഔ ഖായിദൻ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മറ കഅൻ ലം യദഉനാ ഇലാ ദുർരിൻ മസ്സഹു എന്ന് സൂറത്ത് യൂനുസിലുണ്ട്. അതായത് അവന് ലുറ് ബാധിച്ചാൽ അവൻ നമ്മോട് പ്രാർത്ഥിക്കും. ഖായിമൻ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും, അതായത് ജീവിതത്തിലൊക്കെ നിന്നും ഇരുന്നും നടന്നും കടന്നും ഒക്കെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ബുദ്ധിമുട്ടുണ്ടായാൽ. എന്നാൽ സുമൈദ കശഫന അൻഹു ലുറഹു, ആ ലുറക്കാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ കാലം യദോവിന ഇലാ ദുർരിൻ മസ്സഹു, അങ്ങനെ പണ്ടൊരു പ്രാർത്ഥനയും ദിക്റുമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളാന്ന് പോലും അറിയാതെ, അല്ലെങ്കിൽ ആളാന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ അവൻ തോന്നിവാസിയായി ജീവിക്കും എന്ന് സൂറത്തു യൂനുസിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ആശയമാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അവരോട് പറയാണ് തമത്തഅ ബി കുഫ്രിക ഖലീലൻ, കുഫർ കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ചത് കൊണ്ട് എന്തൊക്കെ സുഖിക്കാൻ നിനക്ക് കഴിയുമോ ഒക്കെ സുഖിച്ചോ, അത് ദുല്യാവിലേ പറ്റുള്ളൂ. ഇന്നക മിൻ അസ്ഹാബിന്നാർ, നീ നരകവാസി തന്നെയാണ് തീർച്ച എന്നവരോട് പറയാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അള്ളാഹു നൽകുന്ന സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു പിൻവലിക്കും എന്നില്ല. അത് ദീനിൽ അത് അള്ളാഹുവിൻ്റെ നടപടിയല്ല. അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചുകൊണ്ട് അതിന് നമ്മൾ സക്കാത്ത് കൊടുത്തില്ല, നമ്മൾ ദൂർത്തടിച്ചു, നമ്മളെ ആരോഗ്യം നമ്മൾ വേണ്ടാത്തതിന് ചെലവഴിച്ചു, അപ്പോൾ അള്ളാഹു ഇതൊക്കെ പിൻവലിക്കും. അങ്ങനെ മതവും പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഫമഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ, നിഷേധികൾക്ക് നിങ്ങൾ സാവകാശം ചെയ്തു കൊടുക്കുക, അയച്ചു കൊടുക്കുക, കുറച്ചു കാലം അയച്ചു കൊടുക്കുക, പിന്നീട് അല്ലാഹു തആല പിടിക്കും. അതാണ് ഇവിടെയും ഉള്ളത്. ഇനി അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, അമ്മൻ ഹുവ ഖാനിതുൻ, ഖാനിത്തായിക്കൊണ്ട് ജീവിക്കുന്നവനാണോ, അമ്മൻ ഹുവ, അമ്മൻ അതല്ല ഒരുവനാണോ, അവൻ ഹുവ ഖാനിത്തുൻ, അവൻ ഖാനിത്തായി എന്ന് പറഞ്ഞാൽ വിനയത്തോടുകൂടി ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടേണ്ട ആരാധനാക്രമങ്ങളും അതുപോലെ മറ്റുള്ള നിയമ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവൻ എന്നാണ്. അമ്മൻ ഹുവ ഖാനിത്തുൻ ആനാ അൽ-ലൈലി, രാത്രിയുടെ സമയങ്ങളിലും, ആനാ എന്ന് പറഞ്ഞ സമയങ്ങൾ ഔഖാത്താണ്. അനാ അൽ-ലൈലി രാത്രി സമയങ്ങളിൽ, അതായത് മഗ്രിബ്, ഇശാ, സുബഹ്, ഈ ഇരുട്ടത്ത് ലൈലിൽ ഉള്ളതാണല്ലോ, പ്രഭാതം ഉദിക്കുന്നതിന് മുമ്പാണ്, പിന്നെ രാത്രി നമസ്കാരം, അങ്ങനെയൊക്കെ ആനാ അൽ-ലൈലി രാത്രി സമയങ്ങളിൽ വിനയത്തോടുകൂടി ജീവിക്കുന്നവനാണോ, സാജിദൻ സുജൂദ് ചെയ്തുകൊണ്ട്, വഖായിമൻ നിന്നുകൊണ്ടും. അപ്പം ഇവിടെ ആനാ അൽ-ലൈലി എന്ന് പ്രത്യേകമായി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, രാത്രി സമയത്ത് കൂടുതൽ സുജൂദിലും നൃത്തത്തിലുമായി കഴിഞ്ഞുകൂടുന്നതിൽ പ്രത്യേകമായ പുണ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുമുണ്ട്. അർദ്ധരാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അത്താഴ നേരത്ത് അള്ളാഹുവിനോട് കൂടുതൽ നിന്ന് നമസ്കരിക്കാനും സുജൂദ് ചെയ്യാനും റുക്കൂ ചെയ്യാനും അങ്ങനെ ഒരാൾ തയ്യാറായാൽ ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും. അള്ളാഹു സുലുസുല്ലയിൽ കഴിഞ്ഞാൽ, രാത്രിയിലെ
മൂന്നിലൊരു ഭാഗം കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹു മനുഷ്യൻ്റെ അടുത്തേക്ക് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നാണ് പ്രവാചകൻ്റെ ആ ഒരു പ്രയോഗം. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ തരാം, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യാനുണ്ടോ ഞാൻ പുറത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം രാത്രിയാണ് മനുഷ്യന് പ്രാർത്ഥിക്കാൻ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം എന്നത് നമ്മളെ സൂചിപ്പിക്കുന്നത് രാത്രി നമസ്കാരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നുകൂടിയാണ്. തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. കിടക്കപ്പായയിൽ നിന്ന് തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അങ്ങോട്ട് പൊങ്ങി വരികയും എന്നിട്ട് റബ്ബിനോട് പ്രതീക്ഷയോടുകൂടിയും ഭയത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്ന ആളുകൾ. പടച്ചോൻ ശിക്ഷിക്കുമോ എന്ന പേടിയും അള്ളാഹു കാരുണ്യവാനാണ് എനിക്ക് രക്ഷ നൽകും എന്നുള്ള പ്രതീക്ഷയും രണ്ടിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് വിശ്വാസികളായിട്ട് അള്ളാഹു തആല വിശേഷിപ്പിച്ചത്. അതുപോലെ ഒബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ നേരങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ. അപ്പം ഇതൊക്കെ ഇത്തരം വാക്കുകളൊക്കെ അനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ, ആഖിറത്തിനെ ഹദറ എന്ന് പറഞ്ഞാൽ ഖാഫ ഭയപ്പെട്ടു, യഹ്ദറുൽ ആഖിറ ആഖിറത്തിനെ ഭയപ്പെട്ടുകൊണ്ട് രാത്രിയുടെ സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവർ. അപ്പോൾ അല്ലാഹു തആല നബി അതിലെ അവസാന സമയത്ത് സുബൈക്ക് മുമ്പുള്ള അത്താഴ നേരങ്ങളാക്കി വിശേഷിപ്പിച്ചുവെങ്കിലും അതിന് കഴിയില്ലെങ്കിൽ രാത്രി സമയങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷം സുബൈക്ക് മുമ്പുള്ള ഏത് സമയങ്ങളിലും എഴുന്നേറ്റ് കുറച്ചു നേരമെങ്കിലും സുജൂദിലും റുക്കോയിലും പ്രത്യേക പ്രാർത്ഥനകളും നടത്തി കഴിയണം എന്നൊരു പ്രേരണതയിലുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ യഹ്ദറുൽ ആഖിറ, ആഖിറത്തിനെ ഭയപ്പെടുകയും വയർജു റഹ്മത്ത് റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൻ്റെ റഹ്മത്ത് കാരുണ്യം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണോ എന്ന ചോദ്യം. ചെയ്യുന്നവനാണോ എന്ന് പറഞ്ഞാൽ മറ്റോല മാതിരി ആകുമോ? അതായത് സുഖവും സന്തോഷവും കിട്ടുമ്പോൾ അള്ളാനെ മറക്കുകയും അല്ലാത്ത സമയത്ത് അള്ളാന്ന് പറയുകയും മടങ്ങി ചെല്ലുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ആ തരം മനുഷ്യന്മാർ അവസരവാദികളും. എന്നാൽ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ വിനയത്തോടുകൂടി സുജൂദിലും റുക്കോയിലും നൃത്തത്തിലുമായി പ്രാർത്ഥിക്കുന്നവരും ഒരേ മാതിരിയാകുമോ എന്ന് ചോദിക്കാം. അത് നമുക്കിട്ട് തരുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഏത് കൂട്ടത്തിലാണ് പെടുക, ഏത് കൂട്ടത്തിലാണ് പെടുക? കയ്യിലുള്ള മാതിരിയൊക്കെ ആരോഗ്യമുള്ള കാലത്തൊക്കെ അടിച്ചു പൊളിച്ചും പിന്നീട് അള്ളാഹ് പറയുന്നവരാണോ? അതല്ല, രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുന്നവരാണോ? ഖുൽ പറയുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഹൽ യസ്തവി സമമാകുമോ അല്ലദീന യഅലമൂന അറിയുന്നവരും വല്ലദീന ലാ യഅലമൂൻ അറിയാത്തവരും. അതായത് പണ്ഡിതന്മാരും നാടന്മാരും എന്നല്ല ഇതിലർത്ഥം. ഈ തരത്തിലുള്ള ജീവിതം ഇതായിരിക്കണം, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടായിരിക്കണം. അല്ലാതെ അവസരത്തിനനുസരിച്ച് അള്ളാഹുവിനെ മറക്കുകയും ഓർക്കുകയും ചെയ്യുന്നവരാവരുത്. എപ്പോഴും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് അറിയുന്ന ആളുകൾ, കാര്യങ്ങൾ അറിയുന്ന ആളുകൾ അതൊക്കെ ചെയ്യും. കാര്യങ്ങൾ അറിയാത്ത ആളുകൾ അതൊന്നും ചെയ്യൂല. അല്ലാതെ അവന് കുറേ വിജ്ഞാനം ഇൽമുണ്ടായി, കുറേ പണ്ഡിതനായി, അല്ലെങ്കിൽ വലിയ ശാസ്ത്രജ്ഞനായി, കുറേ ഭൗതികജ്ഞാനമുണ്ടായി, അതൊന്നുമല്ല ഈ വിഷയത്തിൽ. പഠിച്ചവനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് മനസ്സിന് കിട്ടുന്ന മറ്റൊരു ഭാഗ്യമാണ്. അത് ഇൽമുള്ളവർക്കും ഇല്ലാത്തവർക്കും കിട്ടും. അതുപോലെ വലിയ ഭൗതിക അറിവുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ കിട്ടും. അൽ യസ്തവില്ലദീന യഅലമൂൻ യഅലമൂന അനില്ലാഹി വഅനിൽ ഹയാത്തി വഅനിൽ ആഖിറത്തി വഅൻ അഹ്ദാഫി ഗായത്തിൽ ഖൽഖി, സൃഷ്ടിയുടെ ലക്ഷ്യത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിൻ്റെ അവാമിറുകളെപ്പറ്റി, അതുപോലെ തന്നെ ആഖിറത്തിനെ പറ്റി ഒക്കെ
അറിയുന്നവരും വല്ലദീന ലാ യഅലമൂൻ, ഇതൊന്നും അറിയാതെ കിട്ടിയതുപോലെ അവസരത്തിനനുസരിച്ച് ജീവിക്കുന്ന അറിവില്ലാത്തവരും സമമാകുമോ? അല്ലസ്തബില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. എന്നിട്ട് പറയണം ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തദക്കറ എന്ന് പറഞ്ഞാൽ സ്മരിച്ചു, ഓർത്തു. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ലുബ്ബുകളുള്ള ആളുകളാണ്, ബുദ്ധിയുള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിക്കുക. അപ്പോൾ ലുബ്ബ് ബുദ്ധിയുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഭവിഷ്യത്തുകൾ കണ്ടറിയും, അതിനനുസരിച്ച് ജീവിക്കും. നേരെ മറിച്ച് ബുദ്ധിയില്ലെങ്കിൽ, നമ്മളിപ്പോൾ ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ വലിയ ശാസ്ത്രബോധം, വലിയ സാങ്കേതിക വിദ്യ, അതിനെപ്പറ്റിയുള്ള അറിവ്, വലിയ വ്യാപാര വ്യവസായ രംഗത്തുള്ള വലിയ അറിവ്, അതൊക്കെയാണ് ബുദ്ധി എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അള്ളാഹു അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇവിടെ ബുദ്ധി പറയുന്നത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വ തമന്നാ അലല്ലാഹിൽ അമാനി. അങ്ങനെയാണ് നബി പറഞ്ഞത്. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു, അവൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്. മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് ബുദ്ധിയുള്ളവർ. അപ്പം ബുദ്ധി മതത്തിലോ അല്ലെങ്കിൽ ഭൗതിക വിഷയങ്ങളിലോ കച്ചവടത്തിലോ രാഷ്ട്രീയത്തിലോ സാമൂഹ്യ കാര്യങ്ങളിലോ ഒക്കെ ബുദ്ധിയുണ്ട്. ആ ബുദ്ധി യഥാർത്ഥ ബുദ്ധിയായിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്നെ സൃഷ്ടിച്ച റബ്ബുണ്ട്, എനിക്ക് അറിവ് തന്ന റബ്ബുണ്ട്, ഇനി എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പരലോകമുണ്ട്, അവിടേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. വാമില ലിമാ ബഅദൽ മൗത്ത്. എന്നാൽ വൽ ആജിസു, ദുർബലന്മാർ, കഴിവില്ലാത്തവൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ, ദേഹേച്ഛക്കനുസരിച്ച് ജീവിച്ചു പോയവൻ, ദേഹേച്ഛയെ പിന്തുടർന്ന് ജീവിച്ചവൻ, വ തമന്നാ അലല്ലാഹിൽ അമാനി, എന്നിട്ട് ഓരോരോ ആഗ്രഹങ്ങൾ അള്ളാഹുവിങ്കൽ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്തവൻ. ഞാൻ ഇത്ര വലിയ നേതാവാണല്ലോ, പണ്ഡിതനാണല്ലോ, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാണല്ലോ, ഇത്ര നല്ല ബിസിനസ്സുകാരനാണല്ലോ, പഠിച്ചോൻ എന്നെ കൈവിടൂല, ഇപ്പം നാട്ടുകാരും ജനങ്ങളും എന്നെ കൈവിട്ടിട്ടില്ലല്ലോ, എല്ലാവരും എന്നെ ആദരിക്കുന്നുണ്ടല്ലോ, ബഹുമാനിക്കുന്നുണ്ടല്ലോ, പരലോകത്തും അങ്ങനെ തന്നെയാകും എന്നിങ്ങനെ അള്ളാഹുവിനെപ്പറ്റി കിട്ടാത്ത ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവൻ ദുർബലനാണ് എന്നാണ് ആ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പം അതാണ് ഉലായിക്കഹും അവർ ബുദ്ധിമാന്മാരാണ് എന്ന് പറയുന്ന ആ ആയത്തിൽ മാ യതദക്കറു ഉലുൽ അൽബാബ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർ ഉലുൽ അൽബാബാണ്, ബുദ്ധിയുള്ളവരാണ്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്ന്, ലുബുൽ നാറജിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങൻ്റെ കാമ്പിലാണ് ലുബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലുബ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, കാമ്പ് ഉണ്ടാവുക പറഞ്ഞാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞവൻ, അതാണ് കാമ്പ്. അതിന് ഭൗതികമായ അല്ലെങ്കിൽ ഇൽമും ഭൗതിക ബുദ്ധിയുടെയും അപ്പുറത്ത് മറ്റൊന്ന് വേണം. ആ തഖ്വ എന്ന് പറയുന്ന ബുദ്ധി, അത് ബുദ്ധിയിൽ നിന്നുണ്ടാവുന്നതാണ്. അതാണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്കുള്ളത് എന്താ? നമ്മൾ അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും, അത് പ്രയാസമില്ലാവുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെയാണ് സുഖമായിട്ട് ജീവിക്കും. എന്നാലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പഠിച്ചവൻ അല്ലെങ്കിൽ പഠിച്ചവനിലേക്ക് തിരിച്ചു വരിക എന്ന നിലപാടല്ല ദീനിൽ വേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഒരു ഇസ്തിംറാരിയത്ത്, ഒരു നൈരന്തര്യം വേണമെന്ന്, അത് എപ്പോഴും വേണം. അള്ളാഹുവുമായുള്ള ബന്ധം അത് ഏത് സമയത്തും അത് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇപ്പം നമുക്കറിയാലോ സലാത്തുൽ ഖൗഫ് എന്നൊരു നമസ്കാരമുണ്ട്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് സലാത്തുൽ ഖൗഫ്, അതായത് യുദ്ധവേളയിലുള്ള നമസ്കാരം. ശത്രു തൻ്റെ മുന്നിൽ ആയുധധാരികളായിട്ട് തന്നെ ആക്രമിക്കാൻ വേണ്ടി നേർക്കുനേരെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമസ്കാരത്തിൻ്റെ സമയമാകണമെങ്കിൽ അവിടെ നമസ്കരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ആ നമസ്കരിക്കേണ്ട രീതിയും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇമാമ് നിൽക്കുന്നു. ആയുധം അണിഞ്ഞുകൊണ്ടാണ് നബി നിൽക്കുന്നത്. സഹാബികളും നബിയുടെ കൂടെ മഹബൂബികളായിട്ട് ശത്രുവിൻ്റെ നേരെ അണിനിരക്കുന്നു. ആയുധധാരികളായിക്കൊണ്ട് നബി സുജൂദ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം സുജൂദ് ചെയ്യുന്നു. നബി സുജൂദിൽ നിന്ന് ഉയർന്നാൽ മറ്റേ വിഭാഗം, രണ്ടാമത്തെ വിഭാഗം പിന്നെ സുജൂദ് ചെയ്യുന്നു. അങ്ങനെ ശത്രുക്കളെ നോക്കിക്കൊണ്ട് ഏത് സമയത്തും പൊട്ടിക്കാനും യുദ്ധം നടത്താനുമുള്ള സജ്ജീകരണത്തോടുകൂടി പോലും നമസ്കാരം ഒഴിവാക്കരുത് എന്ന്. അതായത് അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് മുറിയുന്നൊരു സന്ദർഭമില്ല. ഇനി ശത്രുവിൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിലും നിങ്ങൾക്ക് നമസ്കരിക്കേണ്ട സമയത്ത് കുതിരപ്പുറത്ത് ഫൈദാ അമിൽത്തും ഫൈൽ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾക്ക് ശത്രുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഭയപ്പാടിൻ്റെ സന്ദർഭത്തിൽ കാൽനടയായിക്കൊണ്ടും വാഹനപ്പുറത്തായിക്കൊണ്ടും നിങ്ങൾ നമസ്കരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം പഠിച്ചവരോടുള്ള ബന്ധം അത് എനിക്കിപ്പോൾ ഇല്ല തിരക്കുള്ള ബിസിയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്ര പ്രധാനമാണ്, അല്ലെങ്കിൽ ഇന്ന സമയമാണ്, ഇപ്പം നീ പഠിച്ചവനോട് ബന്ധപ്പെടാൻ നേരമില്ല എന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഒരു അള്ളാഹുമായുള്ള നമ്മളുടെ ആ ബന്ധം എന്ന് പറയുന്നത് നിരന്തരമാണ്. അതിൻ്റെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അജബല്ലി അംറിൽ മുഅ്മിൻ ഇല്ല അംറഹു കുല്ലഹു ലഹു ഖൈർ ഇൽ അസാബഹു ഖൈറുൻ ശക്കറ ഫകാന ദാലിക ഖൈറൻ ലഹു വഇൽ അസാബഹു ഷർറുൻ. ഹദീസ് അങ്ങനെ തന്നെയാണോ? അസ്തഗ്ഫിറുല്ലാഹ്. ഏതായിരുന്നാലും അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. നബി പറയാണ് സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അത് വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ, അത് ഒരിക്കലും വിശ്വാസിക്കല്ലാതെ ഈ അത്ഭുതകരമായ ഒരവസ്ഥ ഉണ്ടാവില്ല. അതെന്താണ്? അവന് നന്മ കിട്ടിയാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. അപ്പോൾ ആ നന്മക്ക് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നന്മയുടെ മേൽ ഒരു നന്മയായിട്ട് അത് വലിയ പുണ്യമായി മാറും. ഒരു തിന്മയാണ് വരുന്നതെങ്കിൽ ആ തിന്മക്ക് അവൻ ക്ഷമിക്കും. അപ്പോൾ ആ തിന്മ വന്നാലും ആ ക്ഷമ കൊണ്ട് അവന് കൂടുതൽ പുണ്യം കിട്ടും. അപ്പം അങ്ങനെയൊക്കെ എല്ലാ സമയത്തും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും യുദ്ധവേളയിൽ പോലും യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ്. സത്യവിശ്വാസികളെ ഇദാ ലഖീതും ഫിഅതൻ, ശത്രു സംഘങ്ങളെ നിങ്ങൾ നേർക്കുനേരെ കണ്ടുമുട്ടുമ്പോൾ ഫസ്ബുതു, ഉറച്ചു നിൽക്കുക, വദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യണം. ഇതാണ് കഴിയട്ടെ, അള്ളാഹുവിനെ ഓർക്കാൻ എന്നല്ല. അള്ളാഹുവിനെ ഓർക്കേണ്ട, അത് ശത്രുവിൻ്റെ നേരെ നിൽക്കുമ്പോൾ പോലും ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണം. അതാണ് നബി നമ്മളെ പഠിപ്പിച്ച ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ചതാണ്. അപ്പം അതാണ് ഒരു നൈരന്തര്യം എന്ന് നമ്മൾ പറയാലോ, ഒരു ഇസ്തിംറാർ, എപ്പോഴും അള്ളാഹുമായിട്ടുള്ള ബന്ധം. അത് സുഖം സന്തോഷം എന്നില്ല. സുഖം ഉണ്ടാകുമ്പോൾ അള്ളാഹ് വേണ്ട, സന്തോഷം ഉണ്ടാകുമ്പോൾ അത് പാടില്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത്, ഖുൽ യാ ഇബാദിയല്ലദീന ആമനു തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന വഅർളുല്ലാഹി വാസിഅ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഖുൽ പറയുക, യാ ഇബാദിയല്ലദീന ആമനു, വിശ്വസിച്ച, യാ ഇബാദില്ലദീന ആമനു, ഖുൽ യാ ഇബാദില്ലദീന ആമനു, വിശ്വാസികളായ അടിമകളെ. യാ ഇബാദിയ എന്ന് പറയുമ്പോൾ എൻ്റെ അടിമകളെ എന്ന് അർത്ഥം വരും, അതില്ല ഇവിടെ. യാ ഇബാദില്ലദീന ആമനു, വിശ്വസിച്ചവരായ എൻ്റെ അടിമകളെ, എൻ്റേതില്ല, വിശ്വാസികളായ അടിമകളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അപ്പോൾ മറ്റുള്ളവരോടല്ല പറയുന്നത്, കാഫിര്യങ്ങളോടും അല്ലെങ്കിൽ നിഷേധികളോടും കപടവിശ്വാസികളോടും ഒന്നുമല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള അടിമകളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസികളും ആ തഖ്വയിൽ നിന്ന് മാറിപ്പോകുന്നത് കരുതിയിരിക്കണം. നിങ്ങൾ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ഇതാണ്, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വിശ്വാസികളോട് പറയാണ്. ഇത്
നബി ആ പറഞ്ഞത് ആരോടാ? സഹാബിമാരോടാണ്. സഹാബിമാർ അല്ലദീന ആമനു എന്ന് ഈ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് സഹാബികളാണ്. അവരോ എത്രയോ ഉയർന്നവരായിരുന്നു, നമ്മളെക്കാളും എത്രയോ 1000 മടങ്ങ്, ആയിരക്കണക്കിന് മടങ്ങ് ഉയർന്ന നല്ലവരാണവർ. പക്ഷേ അവരോട് പറയാൻ വേണ്ടി അല്ല പറയാണ് ഇത്തഖൂ റബ്ബക്കും. അപ്പോൾ ഇത്തഖൂ എന്ന് പറഞ്ഞാൽ ഈ തോന്നിയാസം ചെയ്ത് നടക്കുന്ന സാധാരണക്കാരനോടല്ല ഖുർആൻ ആദ്യമായി പറയുന്നത്. നേരെ മറിച്ച് ആ സഹാബിമാരോടാ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ലില്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്ക്, ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയാ ഹസന, നന്മ ചെയ്തവർക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഹസനത്ത് കിട്ടും. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത ആളുകൾക്കുണ്ട് ഫി ഹാദിഹി ദുനിയാ, ഈ ഹലോകത്ത് തന്നെ ഹസനത്തുൽ, നന്മണ്ട്. എന്താണ് ആ നന്മ? അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം. അത് ഈ ദുനിയാവിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ നല്ല നിലക്ക് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഈ ലോകത്ത് തന്നെ അവർക്കൊരുപാട് ഹസനത്ത് കിട്ടും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. അപ്പോൾ തെറ്റിൽ നിന്ന് മോചിതനാവാൻ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതോറും അള്ളാഹുവിൻ്റെ നിയമത്തുകൾ അള്ളാഹു തരും. അള്ളാഹുവിനോട് സൂക്ഷിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്ത് കിട്ടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അതോടൊപ്പം നമ്മുടെ പാപങ്ങൾ പുറത്ത് കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. അതിലാണല്ലോ ദുനിയാവിൽ കിട്ടുന്ന ഹസനത്ത് എന്ന് പറയുന്നത്. ദുനിയാവിൽ കുറേ വലിയ സൗകര്യങ്ങളും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ടും പടച്ചവനെ പേടിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമില്ലെങ്കിൽ എന്ത് ഹസനത്താണ് അവനുള്ളത്? അല്ലെങ്കിൽ എന്ത് മനസ്സമാധാനമാണുള്ളത്? അപ്പം ദുനിയാവിൽ നിന്ന് തന്നെ ഹസനത്ത് കിട്ടും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. അതാണ് മൽ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. മൻ അമില സാലിഹൻ, ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ, മിൻ ദക്കരിൻ, ആണാവട്ടെ, ഔ ഉൻസ, പെണ്ണാവട്ടെ. ആണുങ്ങൾക്ക് ഈ കൂലിയും കാര്യങ്ങളും അവർക്കൊക്കെ അത് ബാധകം. പെണ്ണുങ്ങൾ ഏതായിരുന്നാലും മോശക്കാരാണ് എന്ന് ഖുർആൻ പറയുന്നില്ല. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും സൽക്കർമ്മങ്ങൾ ആരു ചെയ്താലും വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട്, അള്ളാഹുവിൽ വിശ്വാസിയായിക്കൊണ്ട് അതൊക്കെ ചെയ്താൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവനൊരു നല്ല ജീവിതം ഇവിടെ ജീവിപ്പിക്കും. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്താൽ പരലോകത്ത് ഏതായിരുന്നാലും ഹയാത്തുൽ ത്വയ്യിബത്ത് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദുനിയാവിലും ഹയാത്തുൽ ത്വയ്യിബത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ അവന് മുതൽ സമ്പത്ത് കൂടും, അവന് ശക്തി കൂടും, രോഗം മാറും എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ജീവിതത്തിലൊരു നല്ല ജീവിതം, ഒരു സമാധാനം കിട്ടും. അതാണ് ഫി ഹാദിഹി ദുനിയാ ഹസന, ഈ ദുനിയാവിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഹസനത്ത് കിട്ടും. എന്നിട്ട് വ അർളുല്ലാഹി വാസിഅത്തുൻ, അള്ളാഹുവിൻ്റെ ഭൂമി അത് വിശാലമാണ് എന്നുകൂടി അവരോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഹിജ്റ പോകാനുള്ള പ്രേരണയായിരുന്നു ഈ ആയത്തിലുള്ള ഒരു കാര്യം. എങ്ങനെ? വ അർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണല്ലോ. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്, എവിടേക്കേ പൊയ്ക്കോളിയെന്നാണ്. എന്നാൽ മക്കാഫത്തോടുകൂടി ഹിജ്റ എന്ന ആ ഒരു പുണ്യകർമ്മം അതോടുകൂടി ഇല്ലാതെയായി. ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിൻ്റെ ശേഷം പിന്നെ ഹിജ്റ ഇല്ല. ആരോടും ഈ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പലായനം ചെയ്യണമെന്ന് നബി കൽപ്പിച്ചിട്ടില്ല. ആ ഹിജ്റൻ്റെ അധ്യായം അടഞ്ഞു. ഇനിയുള്ള ഹിജ്റ എന്താണ്? ജിഹാദും വനിയ്യത്തുൻ, വലാക്കിൽ ജിഹാദുൽ വനിയ്യത്തുൻ. അതാണ് നമുക്കൊക്കെ ഉള്ള ഹിജ്റ. നമുക്കുള്ള ഹിജ്റ അതാണ് ജിഹാദ്, തിന്മയോടുള്ള എതിർപ്പ്, അതാ ജിഹാദ്. തെറ്റ് ചെയ്യുക, അത് നല്ല മക്കളായിരുന്നാലും വീട്ടിലായിരുന്നാലും സ്വന്തക്കാരായിരുന്നാലും തെറ്റിനോട് ഒരിക്കലും രാജിയാവാതിരിക്കുന്ന ഒരു ജിഹാദ്. സമരം എന്ന് പറയുന്നത് അതാണ്. വജാഹിദു ബി അംവാലിക്കും വഅൻഫുസിക്കും എന്ന് പറഞ്ഞല്ലോ.
ജിഹാദ്, ഒരീയത്തും നല്ല ഉദ്ദേശവും. അപ്പോൾ എല്ലാത്തിലും നല്ല ഒരു സതുദ്ദേശത്തോടു കൂടി തെറ്റിനോട് സമരസപ്പെടാതെ രാജിയാവാതെ ജീവിക്കുക. നബി പറഞ്ഞത് വൽ ഹിജറത്തു വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വറസൂലുഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജറ പോയവൻ, പലായനം ചെയ്തവൻ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും വിരോധിച്ച ജീവിത കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് വെടിഞ്ഞ് നിൽക്കുന്നവൻ. ഹിജറ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ഒഴിവാക്കി പോകാന്ന്. അപ്പോൾ അള്ളാഹും റസൂലും വിരോധിച്ച കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, അതിനെ വെടിഞ്ഞ് മാറി നിൽക്കുന്നവരാണ് ഹിജറ. അപ്പം നമുക്കൊക്കെ ഉള്ള ഹിജറ വേറെ എവിടേക്കും പോകണ്ട, നാട് വിടണമെന്നില്ല. നേരെ മറിച്ച് അതേ അവസരത്തിൽ മാറി നിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു കമ്പനി, നമ്മളെ സുഹൃത്തുക്കളും കൂട്ടുകാരും അതൊരു മോശപ്പെട്ട ഒരു ടീമിലാണ് നമ്മളുള്ളതെങ്കിൽ അവിടുന്ന് ഹിജറ പോകണമെന്ന് പറഞ്ഞാൽ ഒരു നല്ല ടീമിലേക്ക് നമ്മൾ മാറണം. കൂട്ടുകാർ മോശമാണെങ്കിൽ നല്ല കൂട്ടുകാരിലേക്ക് മാറണം. നമ്മളെപ്പോഴും പെരുമാറുന്ന നമ്മുടെ സഹവാസമുള്ള സ്ഥലം നല്ലതല്ല എങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ എന്ന് ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞ അതാണ്. അതേ അവസരത്തിൽ അതൊന്നുമല്ല, തെറ്റിൽ നിന്ന് നന്മയിലേക്ക് കാല് മാറ്റി ചവിട്ടുക, അതാണ് ഹിജറ. ആ കാര്യത്തെപ്പറ്റിയാണ് വ അർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. അത് പലായനം ചെയ്ത് പോകണമെങ്കിൽ പോകാൻ പറ്റുന്നവർക്ക് അങ്ങനെ പോകണം. അതല്ല, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കാതെ മറ്റു മാർഗങ്ങൾ തേടി അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതും വേണം. ഏതാണ്? നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഏതൊക്കെ മാർഗത്തിലേക്കാണ് നിങ്ങൾ കാല് മാറി ചവിട്ടേണ്ടതെങ്കിൽ അല്ലെങ്കിൽ താമസം മാറേണ്ടതെങ്കിൽ അവിടേക്കൊക്കെ മാറി നിൽക്കണം എന്ന ഒരാശയം. വ അർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന, സബിർ ചെയ്യുന്നവൻ, ക്ഷമിക്കുന്നവന് പൂർണ്ണമായും അള്ളാഹു തആല നൽകും. അജ്റഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, അതിന് കണക്കില്ലാതെ നൽകും. നമ്മൾ പറയുന്ന വാക്കല്ലേ, കയ്യും കണക്കും ഇല്ലാതെ അള്ളാഹു തആല വാരിക്കോരി നൽകും. ആർക്ക്? ക്ഷമിക്കുന്ന ആളുകൾക്ക്. ക്ഷമ എന്ന് പറയുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നിരാശരാവാതിരിക്കുക, കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. തിന്മകളും മനുഷ്യനെ ആകർഷിക്കുന്ന സാഹചര്യങ്ങളും വരുമ്പോൾ അതിലേക്ക് ആകർഷിക്കാതെ പിടിച്ചു നിൽക്കുക. ഈ രണ്ട് രൂപത്തിലാണ് ക്ഷമ. ഒന്ന്, നിരാശരാവാതെ കരഞ്ഞു കലങ്ങി അങ്ങനെ മോശം ഞാനെന്തേ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ആശ കൈവിടാതെ ജീവിക്കുക. പഠിച്ചോൻ തരും എന്ന നിലയ്ക്ക് ജീവിക്കാം, അതാണ് ക്ഷമ. മറ്റൊന്ന്, തിന്മകളൊക്കെ കാണുമ്പോൾ അതിലേക്ക് ചാടി വീഴാതെ അതിൽ ആകർഷിക്കാതെ സ്വയം മനക്കരുത്തോടുകൂടി നന്മയിൽ ഉറച്ചു നിന്ന് ജീവിക്കാം. അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ബിഗൈരി ഹിസാബ് വാരിക്കോരി നൽകും. ഹിസാബ് കൂടാതെ, കണക്ക് കൂടാതെ അള്ളാഹു തആല പൂർണ്ണമായും പൂർണ്ണമായും നൽകുന്നതാണ്. ഖുൽ, പറയുക, ഇന്നി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത് എന്നോട് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നു, അൻ അഅ്ബുദല്ലാഹ്, അള്ളാഹുവിനെ ആരാധിക്കുവാൻ, മുഖ്ലിസൻ, ആത്മാർത്ഥമാക്കിക്കൊണ്ട്, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധനയാക്കിക്കൊണ്ട്. അതാണ് അൽ ഇഖ്ലാസു ഫി ഇബാദത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ആത്മാർത്ഥമായി ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കാതിരിക്കുക. മുഖ്ലിസൻ ലഹു അദ്ദീൻ, എൻ്റെ ദീൻ, എൻ്റെ കീഴ്വണക്കം, എൻ്റെ ആശയവും ആദർശവും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് എന്ന് അവർ മുശ്രിക്കീകളായിട്ടുള്ള ആളുകളോട് ഖുർആൻ ഇത് പറയുമ്പോൾ, നിങ്ങളെ കൂട്ടത്തിൽ ഞാനില്ല, ഞാൻ വേറെ തന്നെയാണ്, ഞാനായിരുന്നു മാറി നിൽക്കുകയാണ്. ഹിജ്റ പോകാൻ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ടാണ് മക്കത്തിൽ നിന്ന് നബി അവിടുന്ന് പോയത്. ഞങ്ങളുടെ കൂട്ടത്തിലില്ല, ഞാൻ അങ്ങോട്ട് പോവാണ്, എനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് ഹിജ്റ പോയി. ഇനി അതല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും
മാറിക്കൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പം നബിയോട് പറയാണ്, ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിൽ എൻ്റെ കീഴ്വണക്കം ദീൻ ആത്മാർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലി അൻ അകൂന അവ്വലൽ മുസ്ലിമീൻ, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ ഒന്നാമനായിരിക്കാൻ. പ്രവാചകനാണല്ലോ, അപ്പം ഏത് വിഷയത്തിലും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആദ്യത്തെ മാതൃക നബി തന്നെയാണ്. അപ്പം ഞാൻ ഒന്നാമനായി വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമനായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുന്ന ആളുകൾ എപ്പോഴും ആ നന്മയിൽ ഒന്നാമനായിരിക്കണം എന്ന ഒരു സൂചന ഈ ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ആളുകളോട് നല്ലത് കൽപ്പിക്കുമെന്ന്. അപ്പോൾ ആ നല്ലത് കൽപ്പിക്കുന്ന ഒരാൾ ആ കൽപ്പിക്കുന്ന വിഷയത്തിൽ അവൻ ആയിരിക്കണം ഒന്നാമത്തെ നല്ലവൻ എന്ന് പറഞ്ഞാൽ മാതൃകയായിരിക്കണം എന്നർത്ഥം. കൽപ്പിക്കുന്നവൻ കൽപ്പിക്കപ്പെടുന്നവർക്ക് മാതൃകയായിരിക്കണം. അപ്പം നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മാതൃകയായിരിക്കണം. നമ്മൾ ഖുർആൻ ക്ലാസ് നമ്മളെ കുട്ടികൾക്കറിയാം, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അത് ദീന് പഠിക്കാൻ പോയതാണ്, ഖുർആൻ പഠിക്കാൻ പോയതാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളെ പറ്റിയൊരു ധാരണ ഉണ്ട്. അതുപോലെ നമ്മളൊരു മതപ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ കുടുംബത്തിനും നമ്മളെ നാട്ടിലുള്ള മറ്റുള്ളവർക്കും ഒരു ധാരണ ഉണ്ട്. അയാൾ ഒരു മതപ്രവർത്തകനാണ്, അയാൾ നേരത്തിന് പള്ളിയിൽ പോകേണ്ട ആളാണ്. ഉപ്പര് നമ്മൾ മാതിരിയൊന്നുമല്ല, ഉപ്പര് എപ്പോഴും ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോകും. അല്ലെങ്കിൽ അയാൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഉപ്പര് ദീന് പഠിക്കുന്ന ആളാണ്. ധാരണ ഉണ്ട്. ആ ധാരണയുള്ളവർ നമ്മളെ നോക്കിക്കാണുന്നത് നമ്മൾ ദീനിൻ്റെ ആളുകളാണ്. അപ്പം നമ്മളെന്താവണം? ഉമിർത്തു അൻ അകൂന അവ്വല മൻ അസ്ലം, അതിന് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒന്നാമത്തേതാവണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ മാതൃകയാവണം. അതല്ലെങ്കിൽ ഇപ്പം ഖുർആൻ ക്ലാസ് പോയിട്ട് പഠിച്ചിട്ടെന്താ, ഖുർആൻ പഠിച്ചിട്ടെന്താ, അപ്പം അതിൻ്റെ സ്വഭാവം അതല്ലേ. അല്ലെങ്കിൽ ഭാര്യ, നിങ്ങളെന്ത് ഖുർആൻ ക്ലാസ് പോയിട്ടുണ്ടാ, മനുഷ്യനോട് മര്യാദക്ക് പെരുമാറുമല്ലോ എന്ന് ഭർത്താവിനെ പറ്റി ഭാര്യക്കും, ഭാര്യനെ പറ്റി ഭർത്താവിനും, അതുപോലെ ഉപ്പാനെയും ഉമ്മാനെ പറ്റി മക്കൾക്കും, അവരൊന്നും അല്ലെങ്കിൽ നാട്ടുകാർക്കും നമ്മളെപ്പറ്റി ഒരു ധാരണ, തെറ്റായ ധാരണ ഇല്ലാതിരിക്കണമെങ്കിൽ കഴിയുന്നത്ര നമ്മൾ നല്ലവരായി ജീവിക്കണം. അത് നബിയോടാണ് നബിയാ പറയുന്നത്. ഉമിർത്തു ലി അൻ അക്കൂന, ഞാനിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഉമിർത്തു ലി അൻ അക്കൂന അവ്വലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമനായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുൽ പറയുക, ഇല്ലീ അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൽ അദീം. കുൽ ഇല്ലീ അഖാഫു, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, ഇൽ അസൈതു റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ ധിക്കരിച്ച് ജീവിച്ചാൽ, ഇതൊക്കെ പറയുന്ന ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചാൽ, അദാബ യൗമിൽ അദീം, വമ്പിച്ച ഒരു ദിവസം, അതായത് അത് അന്ത്യദിനമാണ്. അദാബ യൗമിൽ അദീം, വമ്പിച്ച ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാളെ. അപ്പം എനിക്ക് പേടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം ഞാനത് ചെയ്യൂല, നിങ്ങളെപ്പോലെ ജീവിക്കൂല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, ഞാൻ ഒന്നാമനായി ജീവിക്കണമെന്നാണ് എന്നോടുള്ള കൽപ്പന. കുൽ പറയുക, അല്ലാഹ അഅ്ബുദു, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മുഖ്ലിസൻ ലഹു ദീനി, എൻ്റെ ദീൻ, എൻ്റെ ആദർശവും എൻ്റെ കീഴ്വണക്കവും അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറയുക. എന്നിട്ട് ഫഅ്ബുദു, അവരോട് പറയാ, ഫഅ്ബുദു മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ ആരാധിക്കുകയും മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുകയും എന്ന് പറഞ്ഞാൽ അവരോടുള്ള കൽപ്പനയില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്താളി, ഞാനിങ്ങനെ ചെയ്യുകയുള്ളൂ. അതങ്ങനെ പറയല്ലോ, ഇജെന്താ ചെയ്തോ, ഞാനിങ്ങനെ തന്നെയാണ്. അപ്പോൾ അല്ലാഹു തആല നബിയോട് ഇതൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ സ്വീകരിക്കണില്ലെങ്കിൽ ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണോ അവരെ നിങ്ങൾ ആരാധിച്ചോളി. ഞാനിങ്ങനെ ചെയ്യൂല, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അള്ളാഹുവിന് മാത്രമേ കീഴ്പ്പെടുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൽപ്പിച്ചത്. ഞാൻ ഒന്നാമത്തെ
മാതൃകയായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടി എനിക്ക് കൽപ്പനയുണ്ട്. ഫഅ്ബുദു ഖുലില്ലാഹ അഅ്ബുദു, ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത്. മുഖ്ലിസൻ ലഹു ദീനി, എൻ്റെ കീഴ്വണക്കം, എൻ്റെ വിധേയത്വം അള്ളാഹുവിന് ആത്മാർത്ഥമാക്കിക്കൊണ്ട്. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി എന്ന് പറഞ്ഞാൽ അത് അവരെ എഴുബുദുങ്ങൾക്ക് അള്ളാഹിന് പുറമെ നിങ്ങൾ ആരാധിച്ചോളി എന്നുള്ള സമ്മത അല്ലല്ലോ. ആ സന്ദർഭത്തിൽ നിന്ന് അറിയാലോ, നിങ്ങൾ ആരാധിച്ചോളി നിങ്ങൾക്ക് രക്ഷ കിട്ടുമെങ്കിൽ നോക്കി എന്ന് പറഞ്ഞാൽ അവരെ നിരാശപ്പെടുത്തുന്നൊരു ഭാഗമാണ്. ലക്കും ദീനുക്കും വലിയ കുല്യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നബി ഇവിടെ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അവിശ്വാസികളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. അതായത് ദഅവത്തൊക്കെ പരാജയപ്പെട്ട് ഒരിക്കലും അവർ വിശ്വാസത്തിലേക്ക് മടങ്ങാൻ തയ്യാറില്ലാത്ത സന്ദർഭത്തിലാണ് പറയുന്നത്. ഇനി വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. നിങ്ങളെ ഈ ബഹുദൈവ വിശ്വാസത്തിൽ നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. എൻ്റെ ഏകദൈവമായ ഈ വിശ്വാസം നിങ്ങളും സ്വീകരിക്കാൻ പോകുന്നില്ല. ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. അങ്ങനെ നബിയോട് ഒഴിഞ്ഞു പറയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച കാര്യമാണ്. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനി, ഇതൊരു ഭീഷണിയാണ്. ഈ അമ്ര ഒരു ഭീഷണിയാണ്, ഈ കൽപ്പന. നിങ്ങൾ ആരാധിച്ചോളി എന്നല്ല, നിങ്ങൾ ആരാധിച്ചോണ്ട് നോക്കി നമുക്കൊന്ന് കാണാലോ എന്നാണ്. ഫഅ്ബുദു മാ ശിഅ്തും മിൻ ദൂനിഹി, ഖുൽ പറയുക, ഇന്നൽ ഖാസിരീന, തീർച്ചയായും നഷ്ടക്കാർ, ഖാസിർ ഖുസ്ർ എന്നല്ല, നഷ്ടക്കാർ, അല്ലദീന ഖസിറു അൻഫുസഹും, സ്വന്തം ശരീരത്തെ നഷ്ടപ്പെടുത്തിയവരാണ്, വ അഹ്ലീഹിം, തൻ്റെ ആളുകളെയും നഷ്ടപ്പെടുത്തിയവരാണ്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. ഖിയാമത്ത് നാളിൽ സ്വന്തം ശരീരത്തെ, അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബങ്ങളാവാം, തൻ്റെ ബന്ധുക്കളും സുഹൃവലയങ്ങളുമാവാം, അവരൊക്കെ നഷ്ടപ്പെടുത്തിയതാണ്. നമ്മൾ മനുഷ്യനാകെ ജീവിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഒന്നാമത് അവരുടെ ജീവിതവും സൗകര്യവും സുഖവും സന്തോഷവും ഒക്കെയാണ് മനുഷ്യൻ അധ്വാനിക്കുന്നതിൻ്റെ പ്രേരകം. പക്ഷെ ആ കുടുംബവും അവന് പോയി, സ്വന്തം ശരീരം പോയി. അതാണ് യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത്. അവനിൽ നഷ്ടപ്പെടുത്തി, അവൻ്റെ കുടുംബങ്ങളിൽ നഷ്ടപ്പെടുത്തി. ഖുർആൻ വിശ്വാസികളെ പറ്റി പറയുന്നിടത്തുണ്ട്, ഹും വ അസ്വാജുഹും അലൽ അറായിക്കി മുത്തക്കിഊൻ, അവരും അവരുടെ ഇണകളും, ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, അവരൊക്കെ സ്വർഗത്തിൽ സന്തോഷിച്ച് ഇരിപ്പിടങ്ങളിൽ ചാരിയിരുന്ന് സന്തോഷിക്കുന്നു. അതായത് സ്വർഗീയ ജീവിതത്തെപ്പറ്റി അള്ളാഹു പറയുമ്പോൾ നിങ്ങൾ മാത്രം എന്നല്ല, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, അതേക്കൂട്ടത്തിൽ മക്കളും പെടും. അപ്പം നിങ്ങളും കുടുംബവും ഒരു കുടുംബജീവിതമാണല്ലോ, അതാണല്ലോ മനുഷ്യൻ നയിക്കുന്നത്. കുടുംബജീവിതം നയിക്കണം എന്നൊരു ആശയവും കൂടി അതിലുണ്ട്. അപ്പം നമ്മളും നമ്മളെ കുടുംബങ്ങളുമാണ് സ്വർഗത്തിനെ പറ്റി പറഞ്ഞിടത്ത് അള്ളാഹു തആല പല സ്ഥലങ്ങളിലും വിവരിക്കുന്നത്. വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയ്യത്തുഹും ബിഈമാൻ, ചിലയിടത്ത് വിശ്വസിക്കുകയും അവരെ മക്കളും ഈമാനോടുകൂടി അവരുടെ കൂട്ടത്തിൽ ജീവിക്കുകയും പിന്തുടരുകയും ചെയ്തവർ എന്നൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളിൽ നശിച്ചു, നമ്മളെ കുടുംബത്തെയും നമ്മൾ കൈവിട്ടു. ഒരുപക്ഷെ അവരെ നമ്മളെ നല്ല നിലക്ക് ജീവിപ്പിച്ചില്ലെങ്കിൽ അവരൊന്നാവും ശിക്ഷിക്കും, നമ്മൾ ഒറ്റപ്പെടും. അല്ല, നമ്മൾ നല്ല നിലക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ അവർ രക്ഷപ്പെടും, നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകും. ഏതായിരുന്നാലും അങ്ങനെയുള്ളൊരു ഒറ്റപ്പെടൽ ഇല്ലാതിരിക്കണം. ഇല്ലൽ ഖാസിരീന, തീർച്ചയായും നഷ്ടക്കാർ, അല്ലദീന ഖസിറു അൻഫുസഹും, അവരവരുടെ സ്വന്തം ശരീരങ്ങളെ, നഫ്സുകളെ നഷ്ടപ്പെടുത്തിയവരാണ്, വ അഹ്ലീഹിം, അവരുടെ കുടുംബങ്ങളെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അലാ, അറിയണം, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടം. ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ ഖുസ്റന്നെ, നഷ്ടം. അൽ മുബീൻ, വളരെ വ്യക്തമായ നഷ്ടം. അതാണ് ലഹും, അവർക്കുണ്ടായിരിക്കും, മിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ നിന്ന്, ളുലലും മിനന്നാർ, നരകത്തിൻ്റെ തണലുകൾ, ഒമിൻ തഹ്തിഹിം ളുലലുൻ, അവരുടെ താഴെയും നരകത്തിൻ്റെ തണലുകൾ ഉണ്ടായിരിക്കും. അതായത് മേലും താഴെയും
ചൂടുണ്ടാകും. ദാലിക ഇത് യുഖവ്വിഫുല്ലാഹു ബിഹി അല്ലാഹു തആല ഭയപ്പെടുത്തുകയാണ് ഇബാദഹു തൻ്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. നരകമുണ്ടായിരിക്കുമെന്നത് ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അള്ളാഹു ഈ ഭയപ്പെടേണ്ട കാര്യം നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. യാ ഇബാദി എൻ്റെ അടിമകളെ ഫത്തഖൂൻ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. മതി കടിച്ചോളാം. ഏതായിരുന്നാലും അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.